ഇന്നെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫാദേഴ്സ് ഡേ ആണ്. എല്ലാ അപ്പച്ചന്മാർക്കും പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും ആദ്യം നേരുകയാണ്. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ കൊണ്ടുവരാം. ഒരുപക്ഷെ നമ്മുടെ ഒപ്പം അപ്പച്ചന്മാരുണ്ടാകാം, അല്ലെങ്കിൽ മരണം മൂലം വേർപെട്ടു പോയവരുണ്ടാകാം. ഇവരെല്ലാവരെയും ഇന്നത്തെ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയാണ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പിതാവിന്റെ സ്വഭാവ രീതികൾ എന്താണെന്ന് ഈശോ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, മാറോട് ചേർക്കുന്ന, കരുണയോടുകൂടി വർത്തിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പിതാവായ ദൈവത്തെ, ഇതാണ് എല്ലാ അപ്പച്ചന്മാർക്കും മാതൃകയായിരിക്കേണ്ടത്. സ്വർഗീയ പിതാവിനെ പോലെ നിങ്ങളുമായി തീരുക. എല്ലാ അപ്പച്ചന്മാരും അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവിനെ പോലെ ആയിത്തീരാനായിട്ട്, പരസ്പരം സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അപ്പച്ചന്മാർക്ക് സാധിക്കട്ടെ. ഇനി മക്കളായ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ഒരുപക്ഷെ അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വികാരം തന്നെയാണ്, ഒരു ശക്തിയാണ്, ഒരു പ്രചോദനം തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ലാതെ പോകുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകാം. അപ്പനെന്ന് പറയുമ്പോൾ ഒരു കയ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോയവരും പോകുന്നവരൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പച്ചനെ എത്ര കുറവുകളുണ്ടെങ്കിലും, എത്ര വീഴ്ചകൾ ഉണ്ടെങ്കിലും അത് പൊറുക്കേണ്ടതും ക്ഷമിക്കേണ്ടതും ഞാനാണ്. മക്കളാണ് അപ്പച്ചന്മാരോട് പൊറുക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്. സ്നേഹിക്കാം. ഈ സ്നേഹിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാകില്ല. ഈ മനുഷ്യരായ നമുക്കാണ് സ്നേഹിക്കാനും പൊറുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഈ ക്ഷമിക്കലും പൊറുക്കലൊക്കെ ഈ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ അപ്പച്ചന്മാരോട് നമുക്ക് ക്ഷമിക്കാം. എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം അവരൊക്കെ സമർപ്പിച്ച് അവരോട് ക്ഷമ ചോദിക്കാം. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കൂടെ അപ്പച്ചന്മാരുണ്ടാകില്ല. പ്രാർത്ഥിക്കുക, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കൂടെയുണ്ട്. എത്ര സങ്കടം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ പിതാവായ ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. എൻ്റെ ഈ ഭൂമിയിലെ അപ്പൻ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നെ മനസ്സിലാക്കും, എന്നെ തിരിച്ചറിയും. ആ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് വെക്കണം. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരുടെ അധ്വാനം കൊണ്ട് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, അതിനൊക്കെ പുറകിലെ നമ്മുടെ അപ്പൻ്റെ അധ്വാനം തന്നെ. നമ്മുടെ ആരോഗ്യമായാലും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയുണ്ട്, അതിലൊക്കെ എല്ലാത്തിൻ്റെയും ഒരു മുഖ്യ ഘടകം നമ്മുടെ അപ്പച്ചൻ്റെ അധ്വാനം തന്നെയാണ്, അവരുടെ വിയർപ്പ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം. അപ്പച്ചന് കുറവുകൾ ഉണ്ടാകാം, ബലഹീനതകൾ ഉണ്ടാകാം, പക്ഷേ അപ്പൻ എന്നൊരു സ്ഥാനം നമ്മൾ കൊടുക്കണം. അത് വേറൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാ അപ്പച്ചന്മാരെയും നമുക്ക് ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം കൂടെയുണ്ട്. ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ.